പ്രിയപ്പെട്ട കുട്ടികളെ, ഫിസിക്സ് റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ക്ലാസ്സുകൾ കണ്ട് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെട്ടെങ്കിൽ. പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷന് രണ്ടാമത്തെ ഉദാഹരണമാണ് എന്ത്? സിമ്പിൾ പെൻഡുലത്തിൻ്റെ. അത് നമുക്ക് നോക്കൂ. സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു, ഒരു ബോബ്, എം മാസുള്ള ബോബ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണു? ഇങ്ങോട്ട് ഒരു സ്ഥലത്തേക്ക് ഇറ്റ് ഈസ് ഡ്രോൺ എ സൈഡ് ലിറ്റിൽ ആൻഡ് റിലീസ്ഡ്. അപ്പോൾ ഇതിനെ നമ്മളത് അങ്ങനെ ഡോട്ട് ഇട്ട് വരയ്ക്കാം. കണ്ടു, ഇതിനെ നമ്മൾ ഇങ്ങോട്ട് വലിക്കുന്നു, എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അത് ഈ ചരട് കണ്ടു തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നു. കണ്ടു, അപ്പോൾ ഈ മാസം കൂടെ ഇനി നമ്മൾ ഇവിടേക്ക് പിടിച്ചിട്ട് പിന്നെ വിട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇത് അങ്ങോട്ട് പോവും, കണ്ടു ഓസിലേറ്റ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തും. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഫിഗർ മാത്രം ഇങ്ങോട്ട് ഉള്ളതിപ്പോൾ വരയ്ക്കേണ്ട. ഇനി നമുക്ക് നോക്കാം. എക്സ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടെ തൊട്ട് ഇതുവരെയുള്ളത്. ഇതിൻ്റെ ലെങ്ത്ത് എല്ലാണ്, ഈ ചരടിൻ്റെ ലെങ്ത്ത് എല്ലാണ്. ഇതെല്ലാണെങ്കിൽ ഇതുമല്ലേ, ഈ ചരട് തന്നെയാണുള്ളത്. ഇനി നോക്കൂ, ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് എന്താ വെച്ചാൽ 1 മാർക്കിൻ്റെ ചോദിക്കാറുള്ളത് ഇതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ് നോക്കൂ. ഒന്ന്, ഇതിൻ്റെ വെയിറ്റ് mg താഴോട്ട്, ഈ ബോബ് ആ പെൻഡുലത്തിന് വെയിറ്റ് ഉണ്ട്, അത് mg താഴോട്ട്. പിന്നെ ഈ ചരടിലുള്ള ടെൻഷൻ നോക്കൂ, ഈ ടെൻഷനും mg ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് നീട്ടാം. കണ്ടോ, ഈ ടെൻഷനും mgയും ഒരേ ഡയറക്ഷൻ അല്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം? mgനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. കണ്ടോ, സ്കെയിലെടുത്ത് വരയ്ക്കണം നിങ്ങൾ. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ അതിൻ്റെ സെയിം ഇതാണ് തീറ്റ, ഇതും തീറ്റയും. അപ്പോൾ തീറ്റയുടെ അടുത്ത് കിടക്കണത് എന്തായിരിക്കും? mg കോസ് തീറ്റ ആയിരിക്കും. കണ്ടു, അപ്പോൾ ഈ ചരടിൻ്റെ ടെൻഷനെ ബാലൻസ് ചെയ്യണത് ആരാ? mg കോസ് തീറ്റ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അത് എഴുതേണ്ട ആവശ്യമില്ല, എന്നാലും എഴുതാം. ടെൻഷൻ ഈസ് ബാലൻസ്ഡ് ബൈ ആരാണ്? mg കോസ് തീറ്റ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കമ്പോണൻ്റാണ് എന്ത്? കണ്ടോ, ഇത് mg കോസ് തീറ്റ. ഇതിന് തീറ്റയുടെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടുള്ളത് എന്താണ്? mg സൈൻ തീറ്റ. ആ mg സൈൻ തീറ്റ കമ്പോണൻ്റാണ് എന്ത് കൊടുക്കണത്? റെസ്റ്റോറിങ് ഫോഴ്സ്. കണ്ടോ, ഇതിന് ഇങ്ങോട്ട് ഈ പെൻഡുലത്തിന് mg കോസ് തീറ്റ ടെൻഷൻ, ആ ചരടിൻ്റെ ടെൻഷനെ ബാലൻസ് ചെയ്യാൻ പോകും. ബാക്കി mg സൈൻ തീറ്റയാണ് എന്ത് കൊടുക്കണത്? റെസ്റ്റോറിങ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? റെസ്റ്റോറിങ് ഫോഴ്സ് F = mg സൈൻ തീറ്റ. ഉണ്ടോ, mg സൈൻ തീറ്റ എന്ന് എഴുതാം. മൈനസ് ഇടണം, കാരണം എന്താ? നമ്മൾ അങ്ങോട്ടാണ് വലിച്ചത് അല്ലേ? റെസ്റ്റോറിങ് ഫോഴ്സ് ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ മൈനസ് mg സൈൻ തീറ്റ എന്ന് എഴുതാം. ഇനി തീറ്റ സ്മോൾ ആണെങ്കിൽ സ്മോൾ ആംപ്ലിറ്റ്യൂഡിന് മാത്രമേ എന്തുള്ളൂ? ഓസിലേഷൻ SHM ഉള്ളൂ. വല്ലാണ്ട് വലിച്ചു കഴിഞ്ഞാൽ SHM നിന്ന് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തീറ്റ സ്മോൾ ആണെങ്കിൽ, തീറ്റ സ്മോൾ ആണ്, അപ്പോൾ നമുക്ക് F = എന്ത് എഴുതാം? മൈനസ് mg സൈൻ തീറ്റ വേണ്ട, തീറ്റ എന്ന് എഴുതിയാൽ മതി. മനസ്സിലായ? എന്തെഴുതാം? മൈനസ് mg തീറ്റ എന്ന് എഴുതാം. എന്താണ്? തീറ്റ സ്മോൾ ആണ്. ഇനി അപ്പോൾ F = മൈനസ് mg. ഇനി തീറ്റ എന്താ നോക്കൂ? ആംഗിൾ ഈക്വൽസ് ആർക്ക് ബൈ ഡിസ്റ്റൻസ്. ആർക്ക് എന്താ അവിടെ? ഡിസ്പ്ലേസ്മെൻറ്റ് x ആണ്, ബൈ ഡിസ്റ്റൻസ് എന്താ? ഈ ചരടിൻ്റെ നീളം L. അപ്പോൾ mg x/L. കണ്ടു, അപ്പോൾ നമുക്ക് റെസ്റ്റോറിങ് ഫോഴ്സ് F = മൈനസ് mg x/L കിട്ടി. ഇനി അതേസമയം എന്താണ്? ഈ പെൻഡുലത്തിന് ആക്സിലറേഷൻ ഉണ്ട്, മാസ് ഉണ്ട്. അപ്പോൾ F = ma എഴുതിക്കൂടെ? അപ്പോൾ രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് F ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയാൽ എന്തുണ്ടാവും? റൈറ്റ് സൈഡ് ഈക്വലോ. അപ്പോൾ ma = മൈനസ് mg. ma ഇതിൻ്റെ റൈറ്റ് സൈഡ്, ഇതിൻ്റെ റൈറ്റ് സൈഡ് മൈനസ് mg x/L. നോക്കൂ, എമ്മും വെട്ടിപ്പോയി. ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കണ്ടോ, ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ സോ ദ ഓസിലേഷൻസ് ഓഫ് ദ സിമ്പിൾ പെൻഡുലം ആർ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻസ് എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. അപ്പോൾ A = എന്ത് കിട്ടി? മൈനസ് g x/L കിട്ടി. കണ്ടു, ഇനി നോക്കൂ, അപ്പോൾ ആക്സിലേഷൻ നമുക്ക് കിട്ടിയല്ലോ. ഇനി നമ്മൾ ആക്സിലേഷൻ കാണാനുള്ള ഫോർമുല എന്താ?
ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ അല്ലേ. ഇനി ഇതിനെ ഇങ്ങോട്ട് എടുക്കാം, പ്ലസ് ജി ബൈ എൽ എക്സ്. ഈ മൈനസ് ജി എക്സ് ബൈ എല്ലിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ പ്ലസ് ജി ബൈ എൽ എക്സ് ഈക്വൽ ടു എന്താണ് 0. ഇത് നമ്മൾ ഇങ്ങോട്ട് എടുത്തു, അപ്പോൾ വലതു ഭാഗത്ത് ഒന്നുമില്ല, ഈക്വൽ 0. ഇനി നോക്കൂ, ഇത് ഒറിജിനൽ ഇക്വേഷനായിട്ടൊന്ന് കമ്പയർ ചെയ്യൂ. എന്താ ഒറിജിനൽ ഇക്വേഷൻ? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒമേഗ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് വരുന്ന എന്താ? ജി ബൈ എൽ അല്ലേ. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇത് എവിടെ ഉണ്ട്? എക്സ് ഉണ്ട്, 0 ഉണ്ട്, 0 ഉണ്ട്. അപ്പോൾ ഒമേഗ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എന്താ വരുന്നത്? ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ജി ബൈ എൽ. അപ്പോൾ ഒമേഗ ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് ജി ബൈ എൽ. ഇനി പീരീഡ് കാണാനുള്ള ഫോർമുല എന്താ? ടി ഈക്വൽസ് 2π ബൈ ഒമേഗ അല്ലേ. അപ്പോൾ എന്ത് വരും? ടി ഈക്വൽസ് 2π ബൈ ഒമേഗ എന്താ? റൂട്ട് ഓഫ് ജി ബൈ എൽ. അപ്പോൾ നമുക്ക് ഇനി എന്ത് എഴുതാം? 2π ഇൻറ്റു, അപ്പോൾ ടി ഈക്വൽസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. അപ്പോൾ 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി ഉണ്ടോ. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരീഡ് കാണാനുള്ള ഫോർമുല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടോ. ടി ഈക്വൽസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മാസിൽ നോക്കൂ, ഒരു സിമ്പിൾ പെൻഡുലം നമ്മൾ ഇതിനെ, ഈ പെൻഡുലം ബോബിനെ ഇങ്ങോട്ട് വലിച്ചു. ബോബ് എന്നാണ് പറയുക. ബോബിനെ നമ്മൾ പെൻഡുലം ബോബിനെ ബോബ് എന്നാണ് ഇതിന് പറയുക, BOB, ബോബ്. അപ്പോൾ ഈ പെൻഡുലത്തിന് അല്ലെങ്കിൽ ഈ ബോബിനെ നമ്മൾ കുറച്ച് ഈ സൈഡിലേക്ക്, ദ ബോബ് ഈസ് ഡ്രോൺ എ സൈഡ് ലിറ്റിൽ ആൻഡ് റിലീസ്ഡ്. അപ്പോൾ എന്തുണ്ടാവും? ദിസ് വിൽ എക്സിക്യൂട്ട് ടു ആൻഡ് ഫ്രോ മോഷൻ. ഈ ബോബിനെ നമ്മൾ ഇങ്ങോട്ട് വലിച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അതെന്താണ്? ടു ആൻഡ് ഫ്രോ മോഷനിലാണ്. അപ്പോൾ അത് നമ്മൾ SHM ആണെന്ന് പ്രൂവ് ചെയ്യണം, ആദ്യത്തെ കേസ്. അപ്പോൾ പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ പെൻഡുലത്തിൽ ഉള്ള ഫോഴ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന്, ഈ ചരടും കണ്ടു, ഈ പെൻഡുലം തൂക്കിയിട്ടുള്ള ഈ ചരട്, ആ ചരടും ഈ ഇതിൻ്റെ പെൻഡുലവും തമ്മിലുള്ള ടെൻഷൻ, അത് ആ സ്ട്രിങ്ങിലുണ്ടാവും, ചരടിലുണ്ടാവും ടെൻഷൻ. അത് മുകളിലേക്കാണ്, കാരണം ഇതിങ്ങനെ വലിഞ്ഞ് നിൽക്കല്ലേ. അപ്പോൾ ടെൻഷൻ മുകളിലേക്ക്. ഇനി നമ്മളിങ്ങോട്ട് വലിക്കേണ്ടത് തീറ്റ ആംഗിളാണ് വലിഞ്ഞത് കണ്ടു. ഇപ്പോൾ ഈ ബോബിൽ അനുഭവപ്പെടുന്ന വെയിറ്റാണ് അതിൻ്റെ ഫോഴ്സ് mg. ആ mgയും ടെൻഷനും ഒരേ ഇതിലല്ല, ഡയറക്ഷനല്ല. രണ്ടോ, ടെൻഷൻ ഇങ്ങനെയാണ്, mg ഇങ്ങനെയാണ്. അപ്പോൾ ഈ mgനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഏതൊക്കെയാ? ഒന്ന് mg കോസ് തീറ്റ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാവും. അപ്പോൾ തീറ്റയുടെ അടുത്തുള്ളത് mg കോസ് തീറ്റ, ടെൻഷനെ ബാലൻസ് ചെയ്യും കണ്ടു. അപ്പോൾ നമ്മളത് എഴുതി. അപ്പോൾ അതിന് നമുക്കിവിടെ വലിയ പ്രാധാന്യമില്ല. ഇനി നോക്കൂ, mg സൈൻ തീറ്റയാണ് ഇതിനെ എന്ത് ചെയ്യണത്? ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ തിരിച്ചിങ്ങോട്ട് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? mg സൈൻ തീറ്റ. അതായത് റെസ്റ്റോറിങ് ഫോഴ്സ് കൊടുക്കണത് ആരാ? mg സൈൻ തീറ്റ. അപ്പോൾ F ഈക്വൽ ടു എന്ത് എഴുതാം? മൈനസ് mg സൈൻ തീറ്റ. മൈനസ് ഇടാൻ കാരണം മനസ്സിലായില്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ടാണ് ഉണ്ടായത്, റെസ്റ്റോറിങ് ഫോഴ്സ് ഇടത്തോട്ടാണ്. അപ്പോൾ മൈനസ് mg സൈൻ തീറ്റ. ഇനി തീറ്റ സ്മോളാണ്, നമ്മൾ വല്ലാണ്ടൊന്നും വലിക്കാൻ പാടില്ല. അപ്പോൾ തീറ്റ സ്മോൾ ആയാൽ F ഈക്വൽ ടു എന്ത് എഴുതാം? മൈനസ് mg തീറ്റ. ഇനി തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ഈക്വൽസ് ആർക്ക്. ആർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ബൈ ഡിസ്റ്റൻസ് എന്താ? ഇതിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ തീറ്റയുടെ സ്ഥാനം നമുക്ക് എന്ത് എഴുതാം? x/l എന്ന് എഴുതാം. അപ്പോൾ F ഈക്വൽ ടു മൈനസ് mg x/l. ഇനി ഇതിന് മാസ് ഉണ്ട്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണ അതിന് ആക്സലേഷൻ ഉണ്ട്. അപ്പോൾ F ഈക്വൽ ടു ma. അപ്പോൾ ma ഇതിൻ്റെ രണ്ടിൻ്റെ F ആണ് ഇടത് ഭാഗം. അപ്പോൾ ma ഈക്വൽസ് മൈനസ് mg x/l. m വെട്ടിപ്പോയി. ഇനി a എന്ന് പറഞ്ഞാൽ എന്താ? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. ഇനി ഇതിനെ ഇങ്ങോട്ട് എടുക്കുക, മൈനസ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ പ്ലസ് ആയി ലെഫ്റ്റിലേക്ക് എടുക്കണം നമ്മൾ. g/l x ഈക്വൽ ടു 0. ഇനി ഇതിനെ ഒറിജിനൽ ഇക്വേഷൻ SHMൻ്റെ ഇക്വേഷൻ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. കമ്പയർ ചെയ്യുമ്പോൾ നോക്കൂ, ഇവിടെ എല്ലാം അതുപോലെ ഉണ്ട്. ഒമേഗ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് വരുന്നത് എന്താണ്? g/l ആണ്. അപ്പോൾ ഒമേഗ എന്താണ്? റൂട്ട് ഓഫ് g/l. ഇനി പീരീഡ് കാണാനുള്ള ഫോർമുല എന്താ? ടി ഈക്വൽസ് 2π ബൈ ഒമേഗ. അപ്പോൾ ടി ഈക്വൽസ് എന്താണ്? 2π ബൈ ഒമേഗയുടെ വാല്യൂ എന്താ? റൂട്ട് ഓഫ് g/l. അപ്പോൾ 2π ബൈ റൂട്ട് g/l എന്ന് പറയുമ്പോൾ എല്ല് മുകളിലേക്ക് പോകും. അപ്പോൾ ടി ഈക്വൽസ് എന്താണ്? 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. കണ്ടു, ഇതാണെന്ത്? സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരീഡ് കാണാനുള്ള ഫോർമുല. ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഉപയോഗം എന്താണെന്നറിയോ? ഒരു സ്ഥലത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ.
തന്നിരിക്കുന്ന ഗിവൺ പ്ലേസ്, ആ തന്നിരിക്കുന്ന സ്ഥലത്തെ ആക്സിലേഷൻ ഡ്യൂട്ടിൽ നിങ്ങൾ ലാബിൽ ചെയ്യും. ഫിസിക്സ് ലാബിൽ ഫസ്റ്റ് ഇയർ എക്സ്പെരിമെൻ്റ് ഉണ്ട് അത്. അപ്പോൾ സിമ്പിൾ പെൻഡുലം ഈസ് യൂസ് ടു ഫൈൻഡ് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ പ്ലേസ്. ഇനി നോക്കൂ, ഒരു പെൻഡുലത്തിൻ്റെ പീരീഡ്, അതായത് ഇവിടുന്ന് പോയി കണ്ടോ, ഇവിടെ നിന്ന് പുറപ്പെട്ട് ഈ അറ്റം വരെ എത്തി തിരിച്ച് ഇങ്ങോട്ട് വരാനെത്തുന്ന ടൈം 2 സെക്കൻഡ് ആണെങ്കിൽ അതിനെ നമ്മൾ സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയും. ക്ലിയറായ? ഇവിടെ നിന്ന് വന്ന് ഈ അറ്റം വരെ വന്ന് തിരിച്ച് അവിടെ എത്താൻ വരേണ്ട ടൈം, അതാണ് പീരീഡ്. ഒരു കംപ്ലീറ്റ് ഓസിലേഷനാണ് പീരീഡ് എന്ന് പറഞ്ഞത്. ആ കംപ്ലീറ്റ് ഓസിലേഷന് വേണ്ട ടൈം 2 സെക്കൻഡ് ആണെങ്കിൽ അതിനെന്ത് പറയും? സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയും. എ പെൻഡുലം വിച്ച് ടിക്സ് സെക്കൻഡ്. അപ്പോൾ എ പെൻഡുലം വിച്ച് ടിക്സ് സെക്കൻഡ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അതിൻ്റെ അർത്ഥം എന്താ? പീരീഡ് 2 ആണെന്ന്. സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം അല്ലേ? ലെങ്ത്ത് കണ്ടുപിടിക്കാം. T = 2π × √L/g അല്ലേ? അപ്പോൾ T² എന്താണ് ഇവിടെ സ്ക്വയർ ചെയ്തതിനെ റൂട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ലെങ്ത്ത് അല്ലേ കണ്ടുപിടിക്കണേ. അപ്പോൾ T² = 2² 4π² √L² L √g/g. അപ്പോൾ L/g. ഇനി നമുക്ക് L കണ്ടുപിടിക്കണം. അപ്പോൾ Lനെ അവിടെ നിർത്തുക, ഇതിനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ G T², 4π² ഇവിടെ മുകളിലാണ്, അതിനെ താഴേക്ക് എടുക്കുക. 4 × പൈയുടെ വില 3.14² ആണ്. ഇനി G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 9.8 എടുക്കുക, അല്ലെങ്കിൽ അവർ തരും, ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അപ്പോൾ 9.8 × T എന്ന് പറഞ്ഞാൽ എത്രയാണ്? സെക്കൻഡ് പെൻഡുലം 2 അല്ലേ പീരീഡ്. അപ്പോൾ 2² / 4 × 3.14². ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ 99.4 സെൻറ്റിമീറ്റർ കിട്ടും. അതായത് ഏകദേശം 1 മീറ്റർ. കണ്ടോ? ഇതാണ് സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ലെങ്ത്ത്, 1 മീറ്റർ. 99.4 കിട്ടും ഇത് ചെയ്യുമ്പോൾ. 0.994 മീറ്റർ അല്ലെങ്കിൽ 99.4 സെൻറ്റിമീറ്റർ, അതിന് നമ്മൾ 1 മീറ്റർ എന്ന് പറയാം. അപ്പോൾ സെക്കൻഡ്സ് പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് കിട്ടി. നോക്കൂ, ഇനി അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഇതുണ്ട്, റെസനൻസും ഉണ്ട്, ഡാംപ്ഡ് ഓസിലേഷനും ഉണ്ട്. എന്താണ് റെസനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഹാർമോണിക് ഓസിലേറ്ററിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്തുണ്ടാവും? ആ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ നാച്ചുറൽ എല്ലാ ഓസിലേറ്ററിനും ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ആ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയും ഈക്വലായിട്ട് വന്നാൽ എന്തുണ്ടാവും? ആ ഓസിലേറ്റർ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. മനസ്സിലായി? അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യും. ആ കണ്ടീഷന് പറയുന്ന പേരാണെന്ത്? റെസനൻസ്. അപ്പോൾ തന്നെ ഇതാവുകയാണെങ്കിൽ എന്താണ്? ഫോഴ്സ്ഡ് ഓസിലേഷൻ. നമ്മളൊരു ഹാർമോണിക് ഓസിലേറ്ററിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ വെറുതെ കിടക്കുന്ന ഒരു സിമ്പിൾ പെൻഡുലത്തിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തെന്നുണ്ടാവും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായ? അപ്പോൾ അങ്ങനെയുള്ള ഓസിലേഷനെ ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയും ആ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ആ 2 ഫ്രീക്വൻസിയും ഈക്വലായി എന്തുണ്ടാവും? ആ ഓസിലേറ്റർ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന, അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ വരും. അപ്പോൾ ഒരു പ്രത്യേക ഫ്രീക്വൻസി, അതായത് നാച്ചുറൽ ഫ്രീക്വൻസിയും അപ്ലൈ ചെയ്യണ ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയും ആ ഓസിലേറ്ററിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആയാൽ ആ ഓസിലേറ്റർ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. അതിനെ പറയുന്ന പേരാണെന്ത്? റെസനൻസ്. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ മാർച്ച് ചെയ്യുന്ന പട്ടാളക്കാരോടൊക്കെ ബ്രിഡ്ജ് എത്തുമ്പോൾ മാർച്ച് ചെയ്യരുതെന്ന് പറയും. എന്താ കാരണം? അവരിങ്ങനെ ഇങ്ങനെ ചവിട്ടുമ്പോൾ എന്തുണ്ടാവും? അവർ ഫോഴ്സ് അപ്ലൈ ചെയ്യുക ആ പാലത്തുമ്മേ. അപ്പോൾ ആ ബ്രിഡ്ജിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. ഇവർ എല്ലാവരും, കുറേ പട്ടാളക്കാർ, ആ സോൾജിയേഴ്സ് ആ പാലത്തുമ്മേ എല്ലാവരും കൂടെ മാർച്ച് ചെയ്താന്നുണ്ടാവും. അവർ ചവിട്ടണ ആ ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സുകളുടെ ഫ്രീക്വൻസിയും മനസ്സിലായി? ആ ടോട്ടൽ ഫ്രീക്വൻസിയും ഈ പാലത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം ആയിട്ട് വന്നാലെന്ന് ആലോചിച്ച് നോക്കൂ. ആ പാലം മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും, അത് പൊട്ടും, ബ്രിഡ്ജ് പൊട്ടും, തകരും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത്? മാർച്ചിങ് സോൾജിയേഴ്സ് ആർ റിക്വസ്റ്റഡ് നോട്ട് ടു മാർച്ച് ഓൺ എ ബ്രിഡ്ജ്. മാർച്ച് ചെയ്യുന്ന പട്ടാളക്കാരോട് പാലത്തുമ്പോൾ മാർച്ച് ചെയ്യരുതെന്ന് പറയും. കണ്ടു? അപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും
ആ അപ്ലൈ ചെയ്യണ ഫോഴ്സിൻ്റെ ഫ്രീക്വൻസി ഈക്വലായിട്ട് വരികയാണെങ്കിൽ അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. ആ കണ്ടീഷന് പറയുന്ന പേരാണ് എന്ത്? റെസൊണൻസ്. ക്ലിയർ ആയിരിക്കും. നോക്കൂ, നമുക്കറിയാം ഒരു സിമ്പിൾ പെനിൽ നമ്മൾ ആട്ടിയിട്ട് വിട്ടാന്നുണ്ടാവും. അതിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കുമോ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ ഒരു ഊഞ്ഞാൽ നമ്മൾ ആട്ടിയിട്ട് വിടുക എന്നുണ്ടാവും. അത് ആദ്യം നല്ല സ്പീഡിൽ ആടും, എന്നിട്ട് കുറഞ്ഞ് 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 വന്ന് നിൽക്കും. എന്താ കാരണം? എയറിൻ്റെ ഫ്രിക്ഷൻ. അപ്പോൾ നമ്മളതിനെ ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറയും. മനസ്സിലായ? അപ്പോൾ പീരിയോഡിക് ഓസിലേഷൻസ് ഓഫ് ഡിക്രീസിങ് ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ഡ്യൂ ടു എന്താണ്? ദ റെസിസ്റ്റീവ് ഫോഴ്സസ് ഓഫ് ദ മീഡിയം, എതിർക്കുന്ന ഫോഴ്സുകൾ ലൈക്ക് ഫ്രിക്ഷൻ ഈസ് കോൾഡ് ഡാംപ്ഡ് ഓസിലേഷൻ. അപ്പോൾ പീരിയോഡിക് ഓസിലേഷൻസ് ഓഫ് ഡിക്രീസിങ് ആംപ്ലിറ്റ്യൂഡ്, ഗ്രാജ്വലി ഡിക്രീസിങ് അങ്ങനെ പറഞ്ഞാൽ മതി. പീരിയോഡിക് ഓസിലേഷൻസ് ഓഫ് ഗ്രാജ്വലി ഡിക്രീസിങ് ആംപ്ലിറ്റ്യൂഡ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സസ്. അപ്പോൾ പീരിയോഡിക് ഓസിലേഷൻസ് ഓഫ് ഡിക്രീസിങ് ആംപ്ലിറ്റ്യൂഡ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സസ് ആർ കോൾഡ് ഡാംപ്ഡ് ഓസിലേഷൻ. ആ ഓസിലേറ്ററിനെ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയും. കണ്ടു? അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. കണ്ടു? കണ്ടു? കുറഞ്ഞു കുറഞ്ഞില്ലാണ്ടാവും. കണ്ടു? കുറഞ്ഞു കൊണ്ട് വേണ്ട, എനർജി ഇങ്ങനെ കുറഞ്ഞു വരണ്ട, കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇതാണ് എന്ത്? ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. മീഡിയത്തിൻ്റെ, അതായത് എക്സ്റ്റേണൽ ഫോഴ്സസ്, മീഡിയത്തിൻ്റെ റെസിസ്റ്റീവ് ഫോഴ്സുകൾ കാരണം ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് ഗ്രാജ്വലായിട്ട് കുറേശ്ശെ കുറഞ്ഞ് അതില്ലാണ്ടാവും. ആ ടൈപ്പ് ഓസിലേഷന് പറയുന്ന പേരാണ് എന്ത്? ഡാംപ്ഡ് ഓസിലേഷൻ. ആ ഓസിലേറ്ററിന് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയും. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്: m/d²x/dt² പ്ലസ് b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമ്പിങ് കോൺസ്റ്റൻറ്റ് dx/dt, b × dx/dt. d²x/dt² എന്ന് ആക്സലറേഷൻ, dx/dt ഇത് വെലോസിറ്റി, പ്ലസ് kx = 0. കണ്ടോ? എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ്, dx/dt വെലോസിറ്റി, d²x/dt² എന്താ? ആക്സലറേഷൻ. അപ്പോൾ ഇതാണ് ഒരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. m × d²x/dt² പ്ലസ് b × dx/dt പ്ലസ് kx = 0. ക്ലിയർ ആയ? കണ്ടോ? ഇതാണ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. കണ്ടോ? ആംപ്ലിറ്റ്യൂഡ് മാക്സിമം. അപ്പോൾ ഈ ഫ്രീക്വൻസിയിലാണ് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം വരുന്നത്. അപ്പോൾ ഇത് റെസൊണൻറ്റ് ഫ്രീക്വൻസി. ഇനി ആംഗുലാർ ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്ക് ഒമേഗ എന്നും പറയാം. ω0, ν0, ω0 അങ്ങനെയും പറയാം. കണ്ടോ? നാച്ചുറൽ ഫ്രീക്വൻസിയും ആ ഓസിലേറ്ററിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഫ്രീക്വൻസി സെയിം ആകുമ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ആ ഫ്രീക്വൻസിയാണ് എന്ത്? ν0. ആംഗുലാർ ഫ്രീക്വൻസിയാണ് ω0. അപ്പോൾ ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ പഠിക്കുക. താങ്ക് യു ചിൽഡ്രൻ.